നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്ന് പ്രാധാന്യത്തോടെ ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ള വാർത്ത ശിരൂരിലെ മണ്ണിടിച്ചിൽ മരണപ്പെട്ടു പോയ അർജുന്റെ ശരീരവും ലോറിയും കണ്ടെത്തിയ വാർത്തയും അതിനോടൊപ്പം ADGP MR അജിത്കുമാറും RSS നേതാവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് വന്ന വാർത്ത. മറ്റൊന്ന്, ജാമ്യ ഹർജിയുമായി നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ച വാർത്ത. തടസ്സ ഹർജിയുമായി സർക്കാർ ഒപ്പമുണ്ട് എന്ന വാർത്ത. കൂടാതെ ഇടവേള ബാബുവിനെ അന്വേഷണത്തിനായി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച വാർത്ത. എന്തായാലും ഓരോ വാർത്തകളും ഓരോ പത്രങ്ങളും എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നോക്കാം. ആദ്യം മലയാള മനോരമ. ശിരൂർ അർജുന്റെ മൃതദേഹവും ലോറിയും ലഭിച്ചു, ഉള്ളിലുണ്ടായിരുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. വലതുഭാഗത്ത് അർജുന്റെ ട്രക്ക് ഉയർത്തിയെടുക്കുന്ന ഒരു ചിത്രം, ഇടതുഭാഗത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്കെച്ചാണ്. മലയാള മനോരമ ഒട്ടുമിക്ക ദുരന്തങ്ങളിലും വായനക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു സ്കെച്ച് തയ്യാറാക്കാറുണ്ട്. അത്തരത്തിലൊരു സ്കെച്ചാണ് ഇടതുഭാഗത്തുള്ളത്. ആ സ്കെച്ച് പ്രകാരം കരയിൽ നിന്ന് 60 മീറ്റർ മുൻപിലേക്ക് വന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ആ ട്രക്ക് ഉണ്ടായിരുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിനു ശേഷമാണ് ട്രക്ക് കണ്ടെത്തുവാനായത്. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ വളരെ വിശദീകരണത്തോടു കൂടിയാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അതിൽ അർജുൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണുവാൻ ആലപ്പുഴ MB AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എത്തിയ വാർത്തയും ആ വാർത്തയ്ക്കുള്ളിലെ കോളത്തിൽ വലതുഭാഗത്ത് താഴെ ചെറിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം വേണം, ഒടുവിൽ ഉത്തരവ് എന്ന തലക്കെട്ടോടുകൂടി മലയാള മനോരമ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ വലതുഭാഗത്തായി സിദ്ദിഖ് ഒളിവിൽ തന്നെ, അടുത്ത സീൻ സുപ്രീം കോടതിയിൽ എന്ന തലക്കെട്ടോടുകൂടി സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി പോയിട്ടുള്ള വാർത്ത. അതിനോടൊപ്പം തന്നെ ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട വാർത്തയുമുണ്ട്. മലയാള മനോരമയുടെ ആദ്യ പേജിൽ തന്നെ കുഞ്ചുകുറുപ്പ് എന്ന അവരുടെ കാർട്ടൂൺ പരമ്പരയിൽ PSC തെറ്റായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാനാവില്ലെന്ന് MV ഗോവിന്ദൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടൊരു കാർട്ടൂണാണ്. ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട് PSC എന്ന് പറയും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുള്ളത് അർജുൻ്റെ മൃതശരീരവും ട്രക്കും കണ്ടെത്തിയ വാർത്തയ്ക്ക് തന്നെയാണ്. 72-ാം നാൾ അർജുനെ കണ്ടെത്തി എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത. 12 അടി താഴ്ചയിൽ നിന്ന് ലോറി ഉയർത്തി, ക്യാബിനിൽ മൃതദേഹ ഭാഗം എന്നുള്ളത് വാർത്തയിൽ നൽകിയിട്ടുണ്ട്. വലതുഭാഗത്ത് PSC കോഴ വിവാദം പുതിയ വഴിത്തിരിവിൽ എന്ന തലക്കെട്ടോടുകൂടി PSC കോഴ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് എന്ന വാർത്ത വലതുഭാഗത്ത് പ്രാധാന്യത്തോടെ നൽകുന്നു. പരാതിക്കാരൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു, വ്യക്തമായി CPM നേതാക്കളുടെ ഗ്രൂപ്പ് കളി എന്നുള്ളതാണ് ആ വാർത്തയിൽ മറ്റ് പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ബസ് കേന്ദ്ര സഹായം തള്ളിയത് കമ്മീഷനിൽ കണ്ണുനട്ട് എന്ന തലക്കെട്ടോടുകൂടി പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാകാതെ നഗരങ്ങളിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുവാനുള്ള ഗ്രീൻ മൊബിലിറ്റി പദ്ധതി പ്രകാരം കേന്ദ്രം നൽകുന്ന 980 ഇലക്ട്രിക് ബസ് വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ നടപടി വിവാദമാകുന്നു എന്നുള്ളതാണ് ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളൊരു വാർത്ത. PSCക്ക് സംരക്ഷണം, അൻവറിനെ തള്ളി CPM എന്ന തലക്കെട്ടോടു കൂടിയാണ് PSCക്കെതിരെ ഇപ്പോൾ അന്വേഷണമില്ല എന്ന MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ആദ്യ പേജിൽ തന്നെ പ്രാധാന്യത്തോടെ അഷ്ടമി സ്പർശമുള്ള സന്ധ്യാ പൂജവെപ്പ് ഒക്ടോബർ 10 എന്ന വാർത്തയും ജന്മഭൂമി ആദ്യ പേജിൽ നൽകുന്നു. മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ എന്ന തലക്കെട്ടോടുകൂടി ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ ജന്മഭൂമി ആ വാർത്തയും നൽകുന്നു. ജമ്മു കാശ്മീരിൽ 2ാം ഘട്ടത്തിൽ 56.5% പോളിംഗ് നടന്ന വാർത്തയും ജന്മഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായി ഭാരതം പുരുഷ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത താരങ്ങളുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തുന്ന ചിത്രവും ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ഗംഗാവലിയുടെ കണ്ണീർ മുത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ അർജുൻ്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ദീപിക നൽകുന്നു. അതിന് തൊട്ടുതാഴെയായി ADGP RSS കൂടിക്കാഴ്ച അന്വേഷണം വേണമെന്നുള്ള വാർത്തയുണ്ട്. ആ വാർത്തയുടെ തന്നെ ഇടതുഭാഗത്തായി PSCക്കെതിരെ തൽക്കാലം അന്വേഷണമില്ല എന്ന് PSCക്കെതിരെ തൽക്കാലം അന്വേഷണമില്ല എന്ന് MV ഗോവിന്ദൻ മാഷി പറഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ഗംഗാവലിയുടെ കണ്ണീർ മുത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ അർജുൻ്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ദീപിക നൽകുന്നു. അതിന് തൊട്ടുതാഴെയായി ADGP RSS കൂടിക്കാഴ്ച അന്വേഷണം വേണമെന്നുള്ള വാർത്തയുണ്ട്. ആ വാർത്തയുടെ തന്നെ ഇടതുഭാഗത്തായി PSCക്കെതിരെ തൽക്കാലം അന്വേഷണമില്ല എന്ന് PSCക്കെതിരെ തൽക്കാലം അന്വേഷണമില്ല എന്ന് MV ഗോവിന്ദൻ മാഷി പറഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. പത്രത്തിൻ്റെ നടുഭാഗത്ത് വലതുഭാഗത്തായി ചെറിയ കോളത്തിൽ പൂരം കലക്കൽ റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വയ്ക്കണമെന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ട വാർത്ത വലതുഭാഗത്ത് നൽകുന്നു. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സിദ്ദിഖ് എന്ന തലക്കെട്ടോടുകൂടി ചെറിയ പ്രാധാന്യത്തോടുകൂടി ആ പത്രത്തിൻ്റെ ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകുന്നു. മുനമ്പത്തെ വഖഫ് അവകാശവാദം സർക്കാർ നിലപാട് നിർണായകം എന്ന തലക്കെട്ടോടുകൂടി ഏറായി മുനമ്പ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ 600ഓളം കുടുംബങ്ങളുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് നിർണായകമാണ് എന്ന വാർത്ത ആദ്യ പേജിൽ ദീപിക നൽകിയിട്ടുണ്ട്.
കേരള കൗമുദിയിൽ കാത്തിരിപ്പിനിവിട അർജുൻ്റെ ട്രക്കിൽ മൃതദേഹവും എന്ന തലക്കെട്ടോടു കൂടിയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ മൃതശരീരവും ട്രക്കും കണ്ടെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. RSS വിവാദത്തിൽ നടപടി, കൂടിക്കാഴ്ചയിലും അന്വേഷണം, ADGP തെറിച്ചേക്കുമെന്ന തലക്കെട്ടോടു കൂടിയാണ് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട വാർത്ത നൽകിയിട്ടുള്ളത്. വലതുഭാഗത്ത് സുപ്രീം കോടതി നിരീക്ഷണം, ഇന്ത്യയിലെ ഒരു സ്ഥലത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുത് എന്ന തലക്കെട്ടോടു കൂടി സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു സ്ഥലത്തെയും ഇനി പാകിസ്ഥാൻ എന്ന് വിളിക്കരുത് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആ വാർത്തയുടെ തൊട്ടുതാഴെയായി പിടികൊടുക്കാതെ സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചു, ഇടവേള ബാബു അറസ്റ്റിൽ ജാമ്യത്തിൽ വിട്ടു എന്ന രണ്ട് വാർത്തയും നൽകിയിട്ടുണ്ട്. ആദ്യ പേജിൽ തന്നെ കായിക പ്രതിഭകളോട് കരുതൽ, തമിഴ്നാടിനെ കണ്ടുപിടിക്കൂ എന്ന ഹോക്കി താരം ശ്രീജേഷിൻ്റെ കുറ്റപ്പെടുത്തൽ, സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള വാർത്ത വലതുഭാഗത്ത് ഒരു പ്രത്യേക കോളത്തിൽ നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്തായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ്സിനടിയിൽപ്പെട്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥർ മരിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. കശ്മീരിൽ രണ്ടാം ഘട്ടം സമാധാനപരം 57% പോളിംഗ് എന്ന വാർത്ത. കൂടുതൽ വിശദ വിവരങ്ങൾ പേജ് 12 നൽകിയിട്ടുണ്ട് കേരള കൗമുദി. തലവര എന്ന കേരള കൗമുദിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ADGP RSS കൂടിക്കാഴ്ച അന്വേഷണത്തിന് ഉത്തരവ് എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട കാർട്ടൂണാണ്. കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നുള്ളതാണ് ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാധ്യമം ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത, RSS ADGP കൂടിക്കാഴ്ചയ്ക്കും ഷിരൂരിൽ മണ്ണിടിച്ചിൽ മൃതദേഹവും ലോറിയും കണ്ടെത്തിയ വാർത്തയ്ക്കും ഒരേ പ്രാധാന്യമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. അർജുൻ മടങ്ങുന്നു കണ്ണു നനച്ച് എന്നുള്ള തലക്കെട്ടാണ് അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. RSS കൂടിക്കാഴ്ച ഒടുവിൽ അനങ്ങി എന്ന തലക്കെട്ടോടു കൂടിയാണ് RSS ADGP MR അജിത്കുമാറും RSS നേതാവും ADGP MR അജിത്കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ട വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. PCCക്കെതിരെ പാർട്ടി അന്വേഷണമില്ല എന്ന വാർത്തയ്ക്ക് അതേ വാർത്തയുടെ തൊട്ടുതാഴെ ചെറിയ പ്രാധാന്യത്തോടെ ഇടം നൽകിയിട്ടുണ്ട്. ലെബനാനിൽ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽ എന്ന തലക്കെട്ടോടു കൂടി ഇന്നും ലെബനാനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മാധ്യമം. മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും പ്രാധാന്യം നൽകിയിട്ടില്ല. എന്നാൽ മാധ്യമം ആ വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നു. ഇടവേള ബാബുവിനെ അറസ്റ്റിൽ വിട്ടയച്ചു, സിദ്ദീഖ് സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെയും ഇടവേള ബാബുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത വാർത്തയ്ക്കും മാധ്യമം ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മൃതദേഹം DNA പരിശോധനയ്ക്ക് ഉത്തരം. 72-ാം നാൾ ഉടമ മനാഫ് ട്രക്ക് തിരിച്ചറിഞ്ഞു, ടയറടക്കം ട്രക്കിന്റെ മുഴുവൻ ഷാസിയും കണ്ടെത്തി എന്ന തലക്കെട്ടുകളോടുകൂടിയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയ വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതിന് തൊട്ടുതാഴെയായ ബലാത്സംഗ കേസ് ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു, സിദ്ദീഖ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയെ നൽകിയിട്ടുണ്ട്. ഓർമ്മകളിൽ ജ്വലിച്ച് യെച്ചൂരി എന്ന തലക്കെട്ടോടുകൂടി CPM ദേശീയ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നു. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ചേർന്ന സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ തിരിച്ചു കിട്ടി ചേതനയേറ്റ് അർജുൻ്റെ ലോറി കണ്ടെത്തി, ക്യാബിനിൽ ശരീരഭാഗങ്ങളും എന്ന തലക്കെട്ടുകളോടുകൂടി മാതൃഭൂമി അർജുൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ലോറി വന്നു എന്ന ചെറുതലക്കെട്ടോടുകൂടി അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയ വിവരമറിഞ്ഞ് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തുന്നവർക്ക് ഇരിക്കുവാനുള്ള കസേരകളും മറ്റ് സാധനങ്ങളും എത്തിയ വണ്ടി കണ്ട് ലോറി വന്നു എന്ന് പറഞ്ഞ് ഓടിയെത്തിയ അർജുൻ്റെ മകൻ അയാനെ ആശ്വസിപ്പിക്കുന്ന അർജുൻ്റെ മുത്തച്ഛൻ സുന്ദരൻ സമീപമിരിക്കുന്ന ചിത്രം നൽകുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ചിത്രം മാതൃഭൂമി ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വലതു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സിദ്ദീഖിൻ്റെ അറസ്റ്റ് വൈകിയേക്കുമെന്ന തലക്കെട്ടോടുകൂടി സിദ്ദീഖുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ. 21-ാം നാൾ വെളിപാട് എന്ന തലക്കെട്ടോടുകൂടി സർക്കാരിനെയും ADGP MR അജിത്കുമാറിനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. അതിന് താഴെയായി ജമ്മു കാശ്മീർ രണ്ടാം ഘട്ട സമാധാനപരം 56% പോളിംഗ് എന്ന തലക്കെട്ടോടുകൂടി ജമ്മു കാശ്മീരിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. പെൻഷൻ വാങ്ങി മടങ്ങി റിട്ടയർഡ് ഉദ്യോഗസ്ഥ ബസ്സിടിച്ചു മരിച്ചു എന്ന വാർത്തയ്ക്കും മാതൃഭൂമി ആദ്യ പേജിൽ ഇടം നൽകുന്നു. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഗൗരവത്തോടെ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമുള്ളതാകുമോ, അൻവറിനെ തള്ളി MV ഗോവിന്ദൻ എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ തലക്കെട്ട് ഗൗരവത്തിൽ പറയുന്നത് നിസ്സാരമായ വെറും പുഴുവിൻ്റെ കാര്യമാണല്ലോ എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. പീഡനക്കേസ് പ്രതിയെ വെടിവെച്ച് കൊന്ന സംഭവം എന്തിനാണ് പ്രതിയുടെ തലയിൽ തന്നെ വെടിവെച്ചത് എന്ന് ഹൈക്കോടതി മുംബൈയിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ ചോദ്യമുന്നയിക്കുന്നു. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി, ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുത് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. കായിക പേജിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വെള്ളിയാഴ്ച തുടരുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ
മഴ ഭീഷണിക്ക് പുറമെ സുരക്ഷാ ഭീഷണിയുമുണ്ട് എന്ന വാർത്തയാണ് ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ള കായിക പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നാളത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി പത്രങ്ങളിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.